നവനാസ്തികരെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത് കേരളത്തിൽ വന്നിട്ട് JP നദ്ദയാണ്. സംഘപരിവാറിന്റെ നേതാവാണ് പറഞ്ഞത് നവനാസ്തികരെ നമ്മൾ ചേർത്ത് പിടിക്കണം. ആധുനിക മൂലധനത്തിന്റെ പിന്തുണയോടുകൂടി നവനാസ്തിക പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഒരാഗ്രഹമാണ്. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തമ്മിൽ പരസ്പരം അത്രമേൽ ഇഷ്ടമാകയാൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവരവരുടെ പാട്ടിന് ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്. തലയിൽ തൊപ്പി വെച്ചാൽ ആക്ഷേപിക്കാത്ത, മുസ്ലിങ്ങളെ പട്ടി എന്ന് വിളിച്ച് ആക്ഷേപിക്കാത്ത, ആരോടും മതത്തിന്റെ പേരിൽ വിവേചനം കാണിക്കാത്ത എല്ലാ മനുഷ്യരും പാർട്ടിക്കാരും എന്റെ കാഴ്ചപ്പാടിൽ മതനിരപേക്ഷത ഉള്ളവരാണ്. ഇതാണ് ലിവിങ് സെക്കുലറിസം. എന്തിന്റെയും മുമ്പിൽ ശ്രീകോവിലെന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തോ ഒരു പുണ്യമായ സംഭവമാണ് എന്ന് നമുക്ക് ഒരു ധാരണയുണ്ട്. അത് മതനിരപേക്ഷതയിലേക്കുള്ള വിസ്തൃതമായ സകല വഴികളും തടയുന്നതിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് ഇന്ത്യൻ നവഭാസം തന്നെയാണ്. പ്രത്യേകിച്ചും ജാതി മേൽക്കോയ്മയുടെ ആവിർഭാവത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു കാലത്തും സത്യത്തിൽ ജനായത്വം നിലനിന്നിട്ടില്ല. ഇന്ത്യയിലെ മനുഷ്യരിൽ ഭൂരിപക്ഷത്തിന് ഇപ്പോഴും തങ്ങൾ ഏതൊരവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് ശരിയായി മനസ്സിലായിരുന്നു. ജോർജ് ഫ്ലോയ്ഡ് വധത്തേക്കാൾ ഭീകരമായിരുന്നു സത്യത്തിൽ ഫൈസാൻ വധം. പക്ഷെ ഫൈസാൻ എത്ര പേർക്ക് അറിയും? പലരും ചോദിക്കും, എന്തുകൊണ്ട് ജോർജ് ഫ്ലോയ്ഡ് അമേരിക്കയിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചപ്പോൾ അതിന് സമാനമായ നൂറുകണക്കിന് ജോർജ് ഫ്ലോയ്ഡ് സിമിലർ ഇൻസിഡന്റ്, സമാന സന്ദർഭങ്ങൾ ഇന്ത്യയിൽ 2014 ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആ വിധമുള്ള ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുന്നില്ല. അതിന്റെ കാരണം ഇന്ത്യയിൽ ഇനി മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും മതനിരപേക്ഷത എന്ന വാക്ക് പറയാൻ ധൈര്യപ്പെടില്ല എന്ന് തീർത്തു പറഞ്ഞൊരു പ്രധാനമന്ത്രി 2024 400-ലേറെ സീറ്റുകൾ സ്വപ്നം കണ്ട് കുത്തനെ താഴോട്ട് പതിച്ചപ്പോൾ ആഹാരത്തിന്റെ പേരും വിലയും എഴുതി വെച്ചിട്ടില്ലെങ്കിലും അതിന്റെ ഉടമസ്ഥന്റെ പേര് ഉണ്ടപ്പുരിയിൽ എഴുതിയിട്ടില്ലെങ്കിലും ഉസ്മാൻ ഗോയ, പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ പേരുകൾ എഴുതി വെക്കണം എന്നാണ്. അതായത് നമ്മൾ കോവിഡ് വൈറസിനെയും നിപ്പ വൈറസിനെയും ഒക്കെ പിടിച്ചു കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ നവഫാസിസ്റ്റ് വൈറസിന്റെ മുമ്പിൽ നമ്മൾ പദവി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ എന്ന് പറഞ്ഞത്. ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒന്ന്, നാം ചരിത്രപരമായി വളർന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ്? രണ്ട്, നാം എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ എന്താണ്? എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയെ അമൂർത്തമായി സ്ഥാപിച്ച് മനുഷ്യനിൽ കേവലമായി അഭിരമിക്കുന്നത് സമൂർത്ത ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതിരിക്കലായിരിക്കും. അത് വളരെ കാൽപ്പനികമായിരിക്കും. മനുഷ്യനാകണം എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ ആവേശത്തോടെ ആളുകൾ കൈയടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും അവരുടെ കൂട്ടത്തിൽ കൂടണമെന്ന് വലിയ മോഹം തോന്നാറുണ്ട്. പക്ഷേ നമ്മുടെ കേവലമായ അഭിലാഷങ്ങളല്ല, നമ്മളുടെ കേവലമായ ഇച്ഛയല്ല, മറിച്ച് നാം ജീവിക്കുന്ന ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിരിടുന്നത്, അതിന് അതിർത്തി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ എല്ലാ തരത്തിലുള്ള വിശകലനങ്ങളിലും അനിവാര്യമാണ്. അത് മതനിരപേക്ഷതയായാലും മാനവികതയായാലും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഒന്ന്, നമ്മളിപ്പോൾ എവിടെയാണ്? രണ്ട്, നമുക്ക് എവിടെയാണ് എത്തിപ്പെടേണ്ടത്? ആദ്യത്തേതിനെ യാഥാർത്ഥ്യമെന്നും രണ്ടാമത്തേതിനെ ആദർശമെന്നും വിളിക്കാവുന്നതാണ്. യാഥാർത്ഥ്യവും ആദർശവും പരസ്പരം വ്യാപിക്കാതെ വേർപെട്ടല്ല. അവർക്കിടയിൽ ആ വിധത്തിലുള്ള കൃത്രിമമായ മതിലുകളൊന്നുമില്ല. അതേസമയം അവയെ വ്യത്യസ്തമാക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മതനിരപേക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനുഷ്യർ എന്നുള്ളതിൽ അഭിരമിക്കാൻ ആരംഭിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കരുതുന്നത് വിവിധ മതത്തിൽപ്പെട്ട, വിവിധ ജാതിയിൽപ്പെട്ട, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുടെ സവിശേഷത, അവരുടെ ഐഡന്റിറ്റി, അവരുടെ സ്വത്ത് എന്നുള്ളത് അപ്രധാനമാണ് എന്ന് നമ്മൾ കരുതും. അതൊട്ടും അപ്രധാനമല്ല. മനുഷ്യരൊക്കെ ജീവിക്കുന്നത്, ഞാൻ മനുഷ്യനായിരിക്കുമ്പോൾ ഞാനൊരു മലയാളിയായിട്ടാണ്
മലയാള ഭാഷ സംസാരിച്ചുകൊണ്ടാണ്. എൻ്റെ ലിംഗപരമായ സ്വത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് നിലവിലുള്ള മാനദണ്ഡം അനുസരിച്ചുള്ള ആൺ സങ്കല്പങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നിലവിലുള്ള എന്ന് പറയാൻ കാരണം, നാളെ ഒരുപക്ഷെ ഈ ആൺ സങ്കല്പങ്ങളിൽ തന്നെ നിരവധി വൈവിധ്യങ്ങൾ, വ്യത്യസ്തതകൾ ഉണ്ടായിത്തീരാനുള്ള എല്ലാ പശ്ചാത്തലവും ഉണ്ട്. ഇന്ന് നാം ഇങ്ങനെയായിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകൾ, സവിശേഷതകൾ ദമനം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്, അടിച്ചമർത്തപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. അടിച്ചമർത്തപ്പെട്ട ഈ സവിശേഷതകൾ, പ്രത്യേകതകൾ സ്വതന്ത്രമാകുമ്പോൾ, വിമോചിതമാകുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള കർത്തൃത്വം മറ്റൊരു കർത്തൃത്വത്തിന് വിനയപൂർവ്വം വഴിമാറിക്കൊടുക്കുക എന്നുള്ളത് ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയായി തീരും. അതിന് ആരുടെയും അനുവാദം കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ആരുടെയും ആഹ്വാനം ചെവിക്കൊള്ളേണ്ട ഉത്തരവാദിത്വവുമില്ല. ഈ അർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളോ ഞാനോ മുമ്പേ പഠിച്ച ചില പാഠങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് ആ പാഠങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മളുടെ ഒരു ഭൂതകാല കാൽപ്പനികതയും ഗൃഹാതുരത്വവുമെല്ലാം സംതൃപ്തമാകുമെന്നല്ലാതെ നിലനിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാനോ അതിനെ എതിരിടാനോ പറ്റില്ല. അതുകൊണ്ട് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നത്, നാം മതനിരപേക്ഷതയിലേക്കുള്ള വിസ്തൃതമായ വഴികൾ ആ തലക്കെട്ട് തന്നെ വളരെ കൃത്യമാണ്, വ്യക്തമാണ്. മതനിരപേക്ഷതയിലേക്ക് ഒരു വഴിയല്ല, ഒരുപാട് വഴികളുണ്ട് എന്ന് നാം ഉൾക്കൊള്ളണം. ഒരുപാട് വഴികൾ നമുക്ക് ഇന്ന് തിട്ടപ്പെടുത്താൻ, നിർണയിക്കാൻ കഴിയുന്ന വഴികൾ മാത്രമാവില്ല നാളെ ഉണ്ടായിത്തീരാൻ പോകുന്നത്. അതേക്കുറിച്ച് പ്രവചനം നടത്താൻ പോലും നമുക്കിപ്പോൾ കൃത്യമായും പറ്റില്ല. നമ്മൾ ആകെ കൂടി ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നത്, നിലവിലുള്ള ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു സമരമാക്കി തീർക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ആലോചിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് കടക്കാതെ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയെ ഒറ്റ വാചകത്തിൽ സംഗ്രഹിച്ച ഈ സംഗ്രഹിക്കുന്ന പ്രയോഗം എൻ്റേതല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായ മീരാനന്ദയുടേതാണ്. സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ വളരെ ജനായത്തപരമായി ഇടപെടുന്ന ഒരു ഗവേഷക എന്ന അർത്ഥത്തിൽ അവർ ഇന്ത്യൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്നൊരു പരികല്പനയാണ്. 2024 ഇന്ത്യയിൽ നിൽക്കുമ്പോൾ എത്ര കൃത്യമാണ് സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ 4 ഉരുകിച്ചേർന്ന് ഒന്നായി തീർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. 2014 മുമ്പുള്ള ഇന്ത്യൻ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. 2014 മുമ്പുള്ള ഇന്ത്യൻ അവസ്ഥയിലേക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജനായത്ത പ്രസ്ഥാനങ്ങൾ വിജയിക്കുന്നത് കൊണ്ട് മാത്രം തിരിച്ചു പോകാൻ പറ്റില്ല. അവിടെയാണ് ഇന്ത്യയിലെ നവഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ പ്രസ്ഥാനത്തെ പ്രത്യേകം പേരെടുത്ത് പറയുന്നത് മതനിരപേക്ഷതയിലേക്കുള്ള വിസ്തൃതമായ സകല വഴികളും തടയുന്നതിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് ഇന്ത്യൻ നവഫാസിസം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ പലരും കരുതുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് മാത്രമല്ല, മറിച്ച് സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്ന കോർപ്പറേറ്റോക്രസിയും ഇന്ത്യൻ ജാതി മേൽക്കോയ്മയും, കോർപ്പറേറ്റോക്രസിയും ജാത്യാധിപത്യം കൂടിച്ചേർന്നുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ജാത്യാധിപത്യം എന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും പരിചിതമായ രാഷ്ട്രീയ സംവിധാനം. കാരണം ഇന്ത്യയിൽ ഒരു കാലത്തും, പ്രത്യേകിച്ചും ജാതി മേൽക്കോയ്മയുടെ ആവിർഭാവത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു കാലത്തും സത്യത്തിൽ ജനായത്തം നിലനിന്നിട്ടില്ല. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, നാം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോഴും ജനായത്തം എന്നുള്ളത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംവിധാനമാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം.
ഇന്ത്യൻ മണ്ണിൻ്റെ മുകൾപ്പാടിയിൽ മാത്രമാണ് പരിമിതമായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും ജനായത്വം നിലവിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഭൂരിഭാഗവും ജാത്യാധിപത്യത്തിലാണ് എന്ന് അംബേദ്കർ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ 2024 സംസാരിക്കുമ്പോഴും നമ്മൾ നവഫാസിസ്റ്റുകൾ സ്ഥാപിക്കാൻ പോകുന്നത് ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ് പൊതുവെ പറയാറ്. അത് അവരുടെ ഒരു പരസ്യമാണ്. സത്യത്തിൽ ജാത്യാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി, ജാതി മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവരണിയുന്ന ഒരു മുഖംമൂടി മാത്രമാണ് സത്യത്തിൽ ഹിന്ദുമതം എന്നുള്ളത്. നേരത്തെ ഇവിടെ നടന്ന സംവാദങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളിലെന്ന പോലെ ഹിന്ദുമതത്തിലും നിരവധി പ്രവണതകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ജാത്യാധിപത്യത്തോട് പൊരുത്തപ്പെടാത്ത, അതിനെതിരെ പൊരുതിയ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് അവിസ്മരണീയമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് അവിസ്മരണീയമായിരിക്കുന്നത് കേരളത്തിലെ മറ്റെല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും, പ്രത്യേകിച്ച് കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഊർജം പകർന്നത്, സൈദ്ധാന്തികമായും പ്രായോഗികമായും ഊർജം പകർന്നത് ശ്രീനാരായണ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ലോകത്തിലെന്നുമുള്ള മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്കിടയിൽ ഒരു തരത്തിലുള്ള അപരത്വം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള എത്രയോ സ്വപ്നങ്ങൾ, കിനാവുകൾ നമ്മൾ ഉട്ടോപ്യ എന്ന് പറയും. പക്ഷേ ഫാസിസ്റ്റ് കാലത്ത് ഉട്ടോപ്യ പോലും നിലനിൽക്കില്ല. നമ്മളൊരു ഡിസ്റ്റോപ്യയുടെ കാലത്താണ് സത്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഉട്ടോപ്യ എന്തൊക്കെ പറഞ്ഞാലും പ്രയോഗത്തിൽ അതൊരു അസംബന്ധമാണെങ്കിലും ഒരു കിനാവാണെങ്കിലും സങ്കല്പത്തിലെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ അതൊരവസരം ഒരുക്കുന്നുണ്ടല്ലോ. അതാണ് ഉട്ടോപ്യയുടെ ഒരു മഹത്വം. എന്നാൽ ഡിസ്റ്റോപ്യ ഒരു പേക്കിനാവാണ്. അത് സങ്കല്പത്തിൽ പോലും നമ്മെ ഭയപ്പെടുത്തുന്നു. അങ്ങനെ സങ്കല്പത്തിൽ പോലും മനുഷ്യർക്ക് ആശ്വസിക്കാൻ കഴിയാത്ത വിധം ഭയസംഭ്രമമായ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പക്ഷെ ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം, ഇന്ത്യയിലെ മനുഷ്യരിൽ ഭൂരിപക്ഷത്തിന് ഇപ്പോഴും തങ്ങൾ ഏതൊരവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് ശരിയായി മനസ്സിലായിട്ടില്ല. അവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് ജാത്യാധിപത്യത്തെ അവർ സ്വാഭാവികമായി സ്വീകരിക്കാൻ എത്രയോ സഹസ്രാബ്ദങ്ങളായി പരിശീലിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ പറയുന്നത് അത് ഇന്ത്യക്കാർക്ക് വലിയ ഷോക്ക് ഉണ്ടാക്കിയില്ല എന്നാണ്. കാരണം എത്രയോ കാലമായി ജാതി മേൽക്കോയ്മയുടെ ആജ്ഞകൾക്ക് കീഴ്പ്പെട്ട് ആമേൻ എന്ന് പറഞ്ഞ് അനുസരണയോടെ ജീവിക്കുന്ന ഒരു ജനത ആ മേൽക്കോയ്മയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ ആ മേൽക്കോയ്മയുടെ ഒപ്പമോ മറ്റൊരു മേൽക്കോയ്മ കൂടി വരുമ്പോൾ അവർക്കത് വളരെ എളുപ്പത്തിൽ അംഗീകരിക്കാൻ പറ്റും. വിതിൽ കോട്ട് ആസ്വദിക്കാൻ പോലും പറ്റും. ഇത് വ്യക്തമാകാനുള്ള ഒരു സമകാലീന ഉദാഹരണം ഞാൻ 2020 പശ്ചാത്തലത്തിൽ നിന്ന് മാത്രം ചൂണ്ടിക്കാണിക്കാം. 2020 ജോർജ് ഫ്ലോയ്ഡ് അന്ത്യം, രക്തസാക്ഷിത്വം, മരണം, വധം സംഭവിച്ചത്. ജോർജ് ഫ്ലോയ്ഡ് ഏറെക്കുറെ രാഷ്ട്രീയ പ്രബുദ്ധരായ എല്ലാവർക്കും പരിചിതമായ പേരാണ്. എന്നാൽ ഇതേ സമയത്താണ്, ഇതിന് കുറച്ച് തൊട്ടു മുമ്പാണ്, മാർച്ചിലാണ് ഫൈസാൻ വധം നടന്നത്. അത് ഇന്ത്യയിൽ ഉത്തര ഡൽഹിയിൽ 2020 ഡൽഹിയിലെ വംശഹത്യാകാലത്ത് 50-ലേറെ മനുഷ്യർ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ കർദാപുരി എന്ന ഡൽഹിക്ക് അടുത്തുള്ള പ്രദേശത്തെ 23 വയസ്സുള്ള ഒരു ഇന്ത്യക്കാരനാണ്. മതപരമായി പറഞ്ഞാൽ ഒരു മുസ്ലിം മതവിശ്വാസിയാണ് ഫൈസാൻ. ജോർജ് ഫ്ലോയ്ഡ് വധത്തേക്കാൾ ഭീകരമായിരുന്നു സത്യത്തിൽ ഫൈസാൻ വധം. പക്ഷെ ഫൈസാൻ എത്ര പേർക്ക് അറിയും? ജോർജ് ഫ്ലോയ്ഡ് ഇത്ര വ്യാപകമായി അറിയപ്പെടാൻ ഇടയാക്കിയത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ജോർജ് ഫ്ലോയ്ഡിൻ്റെ വധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അധികാരം തകർന്നുപോയത്. അത് തകരാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ്
കറുത്തവന്റെ ജീവിതത്തിന് വിലയുണ്ട് എന്നുള്ളത് വലിയൊരു പ്രക്ഷോഭമായി ആഞ്ഞടിച്ചു. മാത്രമല്ല, ജോർജ് ഫ്ലോയ്ഡിന്റെ പേരിൽ ശില്പങ്ങളുണ്ടായി, ചിത്രങ്ങളുണ്ടായി, കലണ്ടറുണ്ടായി, കവിതയുണ്ടായി, പാട്ടുണ്ടായി, നാടകമുണ്ടായി, ഫിലിംസ് ഉണ്ടായി. അങ്ങനെ ജോർജ് ഫ്ലോയ്ഡ് എന്നത് നിറഞ്ഞു നിന്നു. ഫൈസാന്റെ പേരിൽ കവിതയില്ല, പ്രതിമയില്ല, നോവലില്ല, നാടകമില്ല, FIR ഇല്ല, അദ്ദേഹത്തെ ചവിട്ടിക്കൊന്ന പോലീസുകാരൻ്റെ പേരിൽ കേസില്ല, ഒന്നുമില്ല. ജോർജ് ഫ്ലോയ്ഡിനെ കൊന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് 23 കൊല്ലത്തെ ജീവപര്യന്തം തടവ് 1 കൊല്ലത്തിനായി ലഭിക്കുകയുണ്ടായി. എന്നാൽ ഫൈസാൻ കേസിൽ ആ വിധം ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഈ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത്, പലരും ചോദിക്കും എന്തുകൊണ്ട് ജോർജ് ഫ്ലോയ്ഡ് അമേരിക്കയിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചപ്പോൾ അതിന് സമാനമായ നൂറുകണക്കിന് ജോർജ് ഫ്ലോയ്ഡ് സിമിലർ ഇൻസിഡൻറ്റ്, സമാന സന്ദർഭങ്ങൾ ഇന്ത്യയിൽ 2014 ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ വിധമുള്ള ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുന്നില്ല. അതിൻ്റെ കാരണം എന്തൊക്കെ പറഞ്ഞാലും അവിടെ വർണ്ണവിവേചനത്തിൻ്റെതായ ഒരു ലോകമുണ്ട്. വെളുത്തവർ കറുത്തവർ എന്ന രീതിയിലുള്ള വിഭജനത്തിൻ്റെ, വിദ്വേഷത്തിൽ അധിഷ്ഠിതം പോലുമായ പ്രചാരണത്തിൻ്റെ പശ്ചാത്തലം ഇന്നും അമേരിക്കയിലുണ്ട്. ഭരണകൂടം വെള്ളക്കാരോടൊപ്പം തന്നെയാണ്. എന്നിട്ടും കറുത്തവർ, ബ്ലാക്ക് ലിവ്സ് മാറ്റേഴ്സ് എന്നുള്ളതിൽ വെള്ളക്കാർ ഉൾപ്പെടെ വൻതോതിൽ പങ്കെടുത്തുകൊണ്ട് വമ്പിച്ച പ്രക്ഷോഭങ്ങൾ വന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത് മാറ്റം ഉണ്ടാക്കി. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് കൂടുതൽ ഊർജം നൽകുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ ആ പരിശോധനക്ക് ആധാരമായി, അടിസ്ഥാനമായി നാം പരിഗണിക്കേണ്ടത് ഇന്ത്യയിൽ തുടരുന്ന ജാത്യാധിപത്യമാണ്. സർക്കാരുകൾ മാറി വരുമ്പോഴും പൊരുളിൽ, അന്തസത്തയിൽ ഇവിടെ നിലനിൽക്കുന്നത് ജാത്യാധിപത്യമാണ്. എന്നാൽ 2014 ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പ്രകടമായി, പ്രത്യക്ഷമായി തന്നെ ഈ ജാത്യാധിപത്യ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കാനാണ് ടെമ്പിൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെറും ആരാധനാലയം, ക്ഷേത്രം എന്ന പരിമിതമായ അർത്ഥത്തിലല്ല, മറിച്ച് പാർലമെന്റ് പോലും ടെമ്പിളായി തീരാവുന്ന. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഏകാംഗ നാടകമാണ് അഭിനയിച്ചത് എന്ന് പലരും കരുതി. പക്ഷെ ഏകാംഗമായിരുന്നില്ല അത്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ കമിഴ്ന്ന് വീണ് സാഷ്ടാംഗം പണവിച്ച് നിവർന്ന് നിന്ന് കൈകൂപ്പി കണ്ണീരൊലിപ്പിച്ച് അതിന് വലിയ വാഴ്ത്തായിരുന്നു, അതിന് വലിയ പുകഴ്ത്തലായിരുന്നു. പാർലമെന്റ് ശ്രീകോവിലായിത്തീരുന്നു. ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാർ പോലും ഇതിനെ ഈ വിധം പരിഗണിച്ചിട്ടില്ല. നമുക്കാവട്ടെ, നമുക്ക് ഏറ്റവും ആദരവുള്ള, പ്രിയമുള്ള എന്തും നമുക്ക് ശ്രീകോവിലാണ്. വിദ്യാലയം എന്ന ശ്രീകോവിൽ, സ്ഥാനത്തും അസ്ഥാനത്തും നമ്മുടെ ഭാഷ എത്രമാത്രം അരാഷ്ട്രീയമായി തീർന്നു എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം പാർലമെന്റ് ശ്രീകോവിലല്ല, ശ്രീകോവിലാണ്. അവിടെ നിവേദ്യം സമർപ്പിക്കാം, പൂജിക്കാം, അവിടെ നമ്മൾ ഭക്തരാണ്. എന്നാൽ പാർലമെന്റിൽ ഭക്തിയല്ല, അവിടെ സംവാദമാണ്. നിയമങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ്, മറ്റത് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഭക്തി സമ്പൂർണമായ സമർപ്പണമാണ്. എന്നാലും പാർലമെന്റ് സമ്പൂർണമായ സംവാദ കേന്ദ്രമാണ്. രണ്ടും വ്യത്യസ്തമാണ്. പക്ഷേ എന്തിൻ്റെയും മുമ്പിൽ ശ്രീകോവിലെന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തോ ഒരു പുണ്യമായ സംഭവമാണ് എന്ന് നമുക്ക് ഒരു ധാരണയുണ്ട്. അത് ഇപ്പോഴും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഭാഷയിൽ ജെയിംസ് ഫെഡ്രാസ് ഈ കാര്യം മൂലധന മേൽക്കോയ്മയെക്കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ ഭാഷയുടെ മലിനീകരണം, ഈ രാഷ്ട്രീയ ഭാഷയുടെ മലിനീകരണം കൂടി ഇന്ത്യൻ നവഭാസത്തിൻ്റെ മൂലധനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ മൂർത്തമായ പ്രയോഗമായിരുന്നു സത്യത്തിൽ 2014 നടന്നത്. പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ അഭിനയ പ്രകടനം അത് അദ്ദേഹത്തിൻ്റെ ഒറ്റക്കുള്ള പ്രവർത്തനമായിരുന്നില്ല. മറിച്ച് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ് ടെമ്പിൾ, എങ്ങനെയാണ് സ്റ്റേറ്റിൻ്റെ എല്ലാ അപ്പാരറ്റസ്, പാർലമെന്റ് അടക്കം ആരാധനാലയത്തിൻ്റെ ഒരു രീതിയിലേക്ക്, അതൊരു ചെറിയ പ്രശ്നമല്ല. നമുക്ക് എല്ലാ മതങ്ങളുടെയും
ചടങ്ങുകൾ കൂടി ചേർത്തുകൊണ്ട് പോലും അത് പരിഹരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അതിനാവിധം ഒന്ന് നമുക്ക് പരിഷ്കരിക്കാം. കാരണം അതിന് ചുരുങ്ങിയത് ബഹുസ്വരതയുടെ ഒരു സ്വഭാവം എങ്കിലും ഉണ്ടാകും. പക്ഷെ അത് മതനിരപേക്ഷതയുമായിട്ട് പൊരുത്തപ്പെടില്ല. അതിന് നമ്മൾ ചേർക്കേണ്ടത് മതസൗഹാർദ്ദവുമായിട്ടാണ്. എന്നാൽ മതസൗഹാർദ്ദവുമായി പോലും ചേർക്കാത്ത തരത്തിലുള്ള ഒരു പാർലമെന്റാണ് ഉണ്ടായത്. നേരത്തെ മോഡറേറ്റർ ഹേമന്ത് പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡ് എന്ന വാക്കിന് പകരം മതേതര സിവിൽ കോഡ് എന്ന് ഉപയോഗിച്ചതിൻ്റെ യുക്തി എന്താണ്? അതിന് യുക്തിയില്ല. ആ യുക്തി എന്താണെന്ന് പറഞ്ഞാൽ 2019 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ഉന്മത്തമായ നേരത്ത് നരേന്ദ്രമോദി പറഞ്ഞത് ഇനി മതനിരപേക്ഷത എന്ന ഡർട്ടി വേർഡ്, ചീത്ത വാക്ക് പറയാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ധൈര്യപ്പെടില്ല എന്നാണ്. അങ്ങനെ ഇന്ത്യയിൽ ഇനി മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും മതനിരപേക്ഷത എന്ന വാക്ക് പറയാൻ ധൈര്യപ്പെടില്ല എന്ന് തീർത്തു പറഞ്ഞൊരു പ്രധാനമന്ത്രി 2024 400-ലേറെ സീറ്റുകൾ സ്വപ്നം കണ്ട് കുത്തനെ താഴോട്ട് പതിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ കൂട്ടുകക്ഷി ഭരണമാണ്, ആ കൂട്ടുകക്ഷി ഭരണത്തിന് ഇന്ത്യൻ നവഭാസത്തിന്റെ ഏകകക്ഷി ഭരണത്തിന്റെ മുദ്രാവാക്യങ്ങൾ അസ്വീകാര്യമാവും, അതുകൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിക്കാനും എല്ലാ മതങ്ങളിലുമുള്ള ജീർണതയ്ക്കെതിരെ ജനായത്ത കാഴ്ചപ്പാട് പുലർത്തുന്ന വിവിധ പാർട്ടികളിലും ഒരു പാർട്ടിയിലും പെടാത്ത മനുഷ്യരിൽ ന്യായമായും നിലനിൽക്കുന്ന അഭിപ്രായങ്ങളെ കൂടി തൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഉൾപ്പെടുത്താനും വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ആസൂത്രിതം തന്നെയായ ഒരു പദപ്രയോഗമാണ്. കാരണം ഇതുവരെ മതേതര സെക്യുലർ കോഡ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഏകീകൃത സെക്യുലർ എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പെട്ടെന്നത് മാറ്റാൻ ഇതിനെ ഈ പറഞ്ഞ വാക്കിൽ നിന്നുകൊണ്ടല്ല നമ്മൾ കണ്ടെടുക്കേണ്ടത്, മറിച്ച് 2024 അതായത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ഷോക്കിൽ പോലും ഇന്ത്യയിലെ നവഫാസിസ്റ്റ് ഭരണകൂടം നടത്തിയിട്ടുള്ള വ്യത്യസ്തമായ ഇടപെടൽ രീതികൾ. 2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഞാൻ 2024 മാത്രമേ പറയുന്നുള്ളൂ, അതിന് മുമ്പും പിമ്പുമുള്ള ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം മതനിരപേക്ഷതയിലേക്ക് 1, 2, 3 വഴികളല്ല, നിരവധി വഴികളുണ്ട്. ഓരോ വ്യക്തിക്കും തൻ്റെതായ വഴി വെട്ടിത്തുറക്കാൻ കഴിയുന്ന തരത്തിൽ വിസ്തൃതമാണത്. ഈ മൗലികമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ബഹുസ്വരത, നമ്മൾ സാധാരണ പറയുന്ന അനേകത, നാനാത്വം, പലമ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ബഹു സെലിബ്രേഷൻ ഓഫ് ദി ഡൈവേഴ്സിറ്റി എന്നത് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ ഉൾക്കൊള്ളാൻ തത്വത്തിൽ പോലും കഴിയാത്തവരായി ഇന്ത്യൻ ജനത മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ തലചുറ്റിക്കേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. യാദൃച്ഛികമായിട്ട്, ഞാൻ അതിൽ യാത്രയൊന്നും ചെയ്യുന്ന ആളല്ല, പക്ഷെ യാദൃച്ഛികമായിട്ട് ഒരു ഉത്തരേന്ത്യൻ യാത്രക്കിടയിൽ ഞാൻ കൻവാർ യാത്രക്കാർക്കിടയിൽ, കൻവാർ എന്ന് പറഞ്ഞാൽ മുളവടിയാണ്, മുളവടിയൊക്കെ എഴുതി ഈ കുടക്കായിട്ട് ഗംഗയുടെ വെള്ളക്കായിട്ട് പോകുന്ന കൻവാർ യാത്ര, ശിവ ഭക്തിയിൽ അധിഷ്ഠിതമായ യാത്ര എന്നത്. ഈ യാത്രക്കാരുടെ കൂടെ നമ്മൾ പെട്ടാൽ അവർ പങ്കുവെക്കുന്ന ഒരു സ്നേഹമുണ്ട്, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് അവർ മാത്രമല്ല, തീർത്ഥയാത്രക്ക് പോകുന്ന എല്ലാ വിശ്വാസികളും അതുവരെ വളരെ കുടുസായ കർക്കശമായ നിലപാടായിരിക്കും. പക്ഷേ തീർത്ഥയാത്രക്ക് പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽക്കാരോടൊക്കെ വന്ന് അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് പോലും മാപ്പി കുറിച്ച് അവരെ തന്നെ ഒന്ന് വിസ്തൃതമാക്കാൻ ശ്രമിക്കും. എല്ലാ തീർത്ഥയാത്രകളിലും ഇത്തരം ഒരു സത്യത്തിൽ തീർത്ഥയാത്രകൾ തന്നെ ഒരു പക്ഷേ നമുക്ക് നമ്മളെ തന്നെ നവീകരിക്കാനുള്ള, മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവീകരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അത്ര വളരെ സൗഹൃദമാണ് അവർ പുലർത്തുന്നത്. പക്ഷേ ഇത്തവണ പത്രത്തിൽ വന്നൊരു വലിയ തലക്കെട്ട് കൻവാർ യാത്ര കൻവാർ യാത്രയുടെ പേരിൽ ലഹളയുടെ അടിസ്ഥാനം ഇതാണ്. നേരത്തെയൊക്കെ ഒരല്പം തമാശയായിട്ട് പറഞ്ഞാൽ ഈ ചായപ്പീടികളൊക്കെ പലഹാരത്തിൻ്റെ പേര് എഴുതി വെക്കുന്ന ഉണ്ടംപൊരി, നെയ്യപ്പം 2 റുപ്യ, 5 റുപ്യ. പക്ഷെ ഇപ്പോൾ 2024
മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ സർക്കാരുകൾ ഉത്തരവിട്ടത് പലഹാരത്തിൻ്റെ പേരും വിലയും എഴുതി വച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഉണ്ടപ്പുരിയിൽ എഴുതിയിട്ടില്ലെങ്കിലും ഉസ്മാൻ കോയ, പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ പേരുകൾ എഴുതി വെക്കണം എന്നാണ്. അതായത് സാമ്പത്തിക ബഹിഷ്കരണത്തിൻ്റെ മാത്രം ഒരു അജണ്ടയല്ല, സാമ്പത്തിക ബഹിഷ്കരണത്തിൻ്റെയും അതോടൊപ്പം എത്രയോ കാലമായി അവിടെയാണ് ഞാൻ മതനിരപേക്ഷതയെ കാണുന്നത്. മതനിരപേക്ഷത സത്യത്തിൽ നമുക്കതിനെ രണ്ട് തരത്തിൽ ഏറ്റവും ചുരുക്കി വിവരിക്കാം. ഒന്ന് പ്രായോഗികമായിട്ട് പ്രത്യേകിച്ച് ആരുടെ ആഹ്വാനവും ഇല്ലാതെ എല്ലാ സമൂഹങ്ങളിലും മതനിരപേക്ഷത നിലനിൽക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള മതനിരപേക്ഷത? മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഒരാഗ്രഹമാണ്. പല തൊഴിലെടുത്ത ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ജോലിക്ക് പോലെ ജീവിക്കാൻ പറ്റുള്ളൂ. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഏതെങ്കിലും തരത്തിൽ മസിൽ പിടിച്ചിട്ട് മതമുദ്രാവാക്യൊന്നും വിളിച്ചിട്ട് മനുഷ്യന്മാർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് തൊഴിലിന് പോകണമെങ്കിലോ തൊഴിലൊരു കൂട്ടായ്മയാണ്. അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സഹകരിക്കണം. അവർക്കിടയിലുള്ള പരസ്പരം വിശ്വാസം നിലനിൽക്കണം. എന്നാൽ ഹോട്ടലിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എക്സ് ഹോട്ടലിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വഴിയിലൂടെ നടക്കാൻ പറ്റില്ല, സെറ്റ് തൊപ്പി തലയിൽ വെക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള തുട്ടൂരങ്ങൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെടും. അതോടുകൂടി പ്രായോഗികമായ അർത്ഥത്തിൽ ജീവിതം അസാധ്യവും. ഇനി മതനിരപേക്ഷതയ്ക്ക് അതിൻ്റെ സൈദ്ധാന്തികമായ ഉയർന്ന തലത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണം നോക്കിയാലും നമുക്കറിയാം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സിദ്ധാന്തമൊന്നും അറിയില്ല. 2002 ഗുജറാത്ത് വംശഹത്യയുടെ ഭീതിജനകമായ പശ്ചാത്തലത്തിൽ കുതുബ്ദീൻ അൻസാരിയോട് ഓർക്കുന്നുണ്ടാവുമല്ലോ. കുതുബ്ദീൻ അൻസാരി അടിക്കുറിപ്പോഴും ആമുഖങ്ങളൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് മതനിരപേക്ഷത. അതിന് അദ്ദേഹം നൽകിയൊരു മറുപടി ഉണ്ട്. അതാണ് ലിവിങ് സെക്കുലറിസം, ജീവിക്കുന്ന മതനിരപേക്ഷതയുടെ നിർവചനം. അദ്ദേഹത്തിന് ഇതിൻ്റെ സൈദ്ധാന്തിക തലത്തിൽ ഇത് യൂറോപ്പ് ഇറക്കുമതി ചെയ്താണോ ഇന്ത്യയെ തന്നെ പൊട്ടിമുളച്ചതാണോ അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഇതേക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, മാർക്സിസ്റ്റ് സെക്കുലറിസം എന്താണ്, ലിബറൽ സെക്കുലറിസം എന്താണ്, ഒന്നും അറിയില്ല. അയാൾ ഇത്ര മാത്രമാണ് പറഞ്ഞത്, തലയിൽ തൊപ്പി വെച്ചാൽ ആക്ഷേപിക്കാത്ത, മുസ്ലിങ്ങളെ പട്ടി എന്ന് വിളിച്ച് ആക്ഷേപിക്കാത്ത, ആരോടും മതത്തിൻ്റെ പേരിൽ വിവേചനം കാണിക്കാത്ത എല്ലാ മനുഷ്യരും പാർട്ടിക്കാരും എൻ്റെ കാഴ്ചപ്പാടിൽ മതനിരപേക്ഷത ഉള്ളവരാണ്. ഇതാണ് ലിവിങ് സെക്കുലറിസം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോകത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ് ഇന്ത്യ. നമ്മൾ ഈ ക്ലാസിക്കൽ ഫാസ്റ്റുമായിട്ട് ഇന്ത്യയെ താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ ഒട്ടേറെ പരിമിതികളുണ്ട്. ക്ലാസിക്കൽ ഫാസ്റ്റ് എന്നൊക്കെ വളരെ വ്യത്യസ്തമായ അതിനേക്കാൾ ഭീകരമായ ഒരു നവഫാസിസ്റ്റ് വൈറസാണ് ഇന്ത്യയിൽ നമ്മുടെ സാമാന്യ ബോധത്തെ പോലും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോവിഡ് വൈറസിനെയും നിപ്പ വൈറസിനെയും ഒക്കെ പിടിച്ചു കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ നവഫാസിസ്റ്റ് വൈറസിൻ്റെ മുമ്പിൽ നമ്മൾ പദവി നിൽക്കുകയാണ്. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ഉയർന്ന തട്ടിൽ തന്നെ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 4 കാര്യങ്ങളെങ്കിലും നമ്മൾ വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. 1, മതപരമായ സ്വാതന്ത്ര്യം. 2, ആചാരപരമായ നിഷ്പക്ഷത. 3, പരിഷ്കരണപരമായ നീതി. 4, സംവാദാത്മകമായ ആശയ പശ്ചാത്തലം. ഇത് 4 മിനിമമാണ്. ഇനി ഇതിൻ്റെ എണ്ണം കൂട്ടാം, എണ്ണം കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഓരോ എണ്ണത്തിലും മതപരമായ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? നമ്മൾ കേരളത്തെക്കുറിച്ച് പ്രബുദ്ധം എന്നാണ് പറയുന്നത്. ഞാൻ എന്നെ പ്രബുദ്ധനായിട്ടാണ്, നിങ്ങളെ പ്രബുദ്ധരായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ നമ്മൾ എത്രമാത്രം പ്രബുദ്ധരാണ്? മതപരമായ സ്വാതന്ത്ര്യം എന്ന ഒരൊറ്റ കാര്യപരിപാടി എടുത്താൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ പ്രബുദ്ധരല്ല. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിൽപ്പെടാത്തവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വീടിനെ കുറിച്ച് 2024 ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ആലോചിക്കുന്ന എത്ര മലയാളികൾ ഉണ്ടാവും? എന്തിന് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിലും പെടാത്തവരും ഒന്നിച്ച് ജീവിക്കൊന്നും വേണ്ട,
വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തമ്മിൽ പരസ്പരം അത്രമേൽ ഇഷ്ടമാകയാൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവരവരുടെ പാട്ടിന് ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ സെമിനാറുകളുടെയൊക്കെ മൗലികമായൊരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചൊരു ആക്ഷേപ പ്രയോഗമുണ്ട്. അതിവിടെ ബാധകമല്ല. കാരണം സാധാരണ സെമിനാറുകളിലൊക്കെ നമ്മൾ വലിയൊരു മാലയൊക്കെ തൂക്കി വലിയൊരു പേടൊക്കെ വെച്ച് അക്കാഡമികളിലൊക്കെ നടക്കുന്ന സെമിനാർ, അതിനൊക്കെ മാർക്കൊക്കെ ഉണ്ട്. അതിലൊക്കെ ധാരാളം പങ്കെടുത്ത് നമ്മൾ സെമിനാറുകളായി മാറിക്കഴിഞ്ഞു എന്ന് ഒരാക്ഷേപമുണ്ട്. അതിൻ്റെ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. നമ്മളിങ്ങനെ പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ അതൊക്കെ പറയേണ്ടതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ധാരാളം വസ്തുതകൾ, ധാരാളം വിവരങ്ങൾ, സ്ഥിതിവിവരക്കണക്കുകൾ, ഇതിനൊന്നും ഒരു കുറവുമില്ല, ക്ഷാമവുമില്ല. അതൊക്കെ വളരെ ദൂർത്തമാണ്. പക്ഷേ വിവരങ്ങളിൽ നിന്ന് എത്രമാത്രം വെളിച്ചം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ജീവിതം എത്രമാത്രം മാറിയിട്ടുണ്ട്. നമ്മളിതൊക്കെ പറയുകയും മാറ്റത്തെ സഹായിക്കുന്ന ആശയങ്ങളെക്കുറിച്ച് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഭക്ഷണത്തിന് മുമ്പും പിമ്പും തുടർച്ചയായി പറയുകയും മുഴുവനായിട്ട് വേണ്ട, അല്പമായിട്ടെങ്കിലും മാറുക. ഇനി നമ്മൾ മാറണ്ട, വേറെ ആരെങ്കിലും മാറുമ്പോൾ അവരെങ്കിലും മാറിക്കോട്ടെ എന്ന് വിചാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും നമുക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെടുന്ന ഈ പ്രബുദ്ധത സംശയിക്കപ്പെടേണ്ടതാണ്. ഞാൻ പറയുന്നത് മലയാളി പ്രബുദ്ധതയിൽ, പ്രത്യേകിച്ച് മലയാളി മധ്യവർഗ പ്രബുദ്ധതയിൽ നിരവധി പരിമിതികളുണ്ട്. അതുകൊണ്ട് മതപരമായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിന് മതപരിവർത്തനം പെടും. അതുകൊണ്ടാണ് 1977 OP ത്യാഗിയുടെ മതപരിവർത്തന വിരുദ്ധ ബില്ലിനെതിരെ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഏറ്റവും വലിയ ആശയ സമരം ഇന്ത്യൻ ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നടത്തിയത്. മതപരിവർത്തന വിരുദ്ധ ബില്ല്, സ്വകാര്യ ബില്ല് 1977 OP ത്യാഗി അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നതിൽ ഇടതുപക്ഷമായിരുന്നു മുന്നിൽ. എന്നാൽ ഇന്ന് മതപരിവർത്തനത്തെ സംബന്ധിച്ച് ഒരു സംവാദം വന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏതെങ്കിലും ഒരു ഫാസിസ്റ്റ് ഒരു ഭാഗത്തും ഒരു മതനിരപേക്ഷവാദി മറ്റൊരു ഭാഗത്തുമായി ഇതേക്കുറിച്ച് സംവാദം നടത്തുകയാണെങ്കിൽ ഫാസിസ്റ്റുകളുടെ ഭാഗത്തായിരിക്കും മിക്കവാറും ആളുകളുടെ മനസ്സ്. അതിനൊരു ചോദ്യം ഇതാണ്, എന്തിനാണ് നമ്മൾ മാറുന്നത്? ഇതിൽ അമ്പരിപ്പിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, മറ്റെല്ലാ മണ്ഡലത്തിലും മാറ്റത്തെ സ്വാഗതം ചെയ്യുകയും പരിവർത്തനത്തെ സ്വാഗതം ചെയ്യുകയും, എന്നാൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം വരുമ്പോൾ മതപരിവർത്തനത്തിനെതിരെ മതില് കെട്ടുകയും. അവിടെയാണ് ശ്രീനാരായണ ഗുരു പ്രസക്തമാവുന്നത്. ശ്രീനാരായണ ഗുരുവിനോട് 1920-കളിൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ഞാൻ ഒരാധാരത്തിൽ ബുദ്ധമതം എന്നാണ് ചേർത്തത് എന്ന് പറഞ്ഞു. അപ്പം ഗുരു ചോദിച്ചു, ജാതി എഴുതിയിട്ടില്ലല്ലോ, അത് മതി. ഇത് 1920-ലാണ്. ജാതി എഴുതിയിട്ടില്ലല്ലോ, മതം നിങ്ങൾ ഏതോ എഴുതിക്കോ, എഴുതാതിരുന്നോ, അത് പ്രശ്നമല്ല, പക്ഷെ ജാതി പാടില്ല. അതുകൊണ്ടാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ എന്ന് പറഞ്ഞത്. ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു നടത്തിയ, ഞാൻ പറയുന്നത് ഹിന്ദു മതത്തിന്റെ അകത്തു നിന്നാണ് ശ്രീനാരായണ ഗുരു തന്റെ സമരം ആരംഭിക്കുന്നത്. 1888 പ്രതിഷ്ഠ ഹിന്ദു മതത്തിന്റെ അകത്തു നിന്ന് ആരംഭിച്ചതാണ്. എന്നാൽ പിന്നീട് 1914 ആലുവയിൽ അദ്വൈതാശ്രമം, അത് കഴിഞ്ഞ് 1924 സർവമത സമ്മേളനം, അവിടെ എത്തുമ്പോൾ ഹിന്ദു മതത്തിന്റെ അകത്ത് നിന്ന് തുടങ്ങിയ പരിഷ്കരണം സകല മതങ്ങളുടെയും അകത്തേക്ക് പരക്കുകയും അത് സർവമതങ്ങളിലും നടത്തേണ്ട ജനായത്ത അന്വേഷണമായിട്ട് മാറുകയും ചെയ്തു എന്ന് നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നത്, മതപരമായ സ്വാതന്ത്ര്യം എന്ന ഒറ്റ കാര്യത്തിൽ പോലും മതനിരപേക്ഷത ആവശ്യപ്പെടുന്ന ഔന്നത്യത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള മതപരമായ സ്വാതന്ത്ര്യത്തെ മതനിരപേക്ഷതയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ പാഠപുസ്തകത്തോട് പോലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഇതാണ് മതത്തിന്റെ കാര്യം. ഇനി ആചാരപരമായ നിഷ്പക്ഷത. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ അഭിവാദ്യം ചെയ്യാണ്. തിരുവനന്തപുരത്ത് ഞാൻ പങ്കെടുത്ത പണ്ടത്തെ ഒരു പരിപാടിയിൽ
നിലവിളക്കൊക്കെ വളരെ പൊക്കമുള്ള നിലവിളക്കൊക്കെ വെച്ചുകൊണ്ടായിരുന്നു. അത് നമ്മൾ ഈ പറയുന്ന ആചാരപരമായ നിഷ്പക്ഷതയുമായിട്ട് പൊരുത്തപ്പെടില്ല. എനിക്കറിയാം, ഇത് കേൾക്കുന്ന പ്രബുദ്ധരായ ആളുകളിൽ ഭൂരിപക്ഷവും നമ്മുടെ വിളക്കിനെതിരെ പോലും എന്തോ പ്രക്ഷോഭവുമായിട്ട് ഇതാ ഒരു താലിബാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന മട്ടിൽ പെറുപെറുക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ. അവരുടെ പെറുപെറുക്കലുകൾ വലിയ ശബ്ദമായി പുറത്തു വരാൻ വേണ്ടി ഞാൻ നടത്തുന്ന അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. വേണ്ടല്ലോ, ഉള്ളിൽ തന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. വാഗ്ബടാനന്ദൻ മുതൽ EMS മുതൽ കേരളത്തിൽ ആചാരപരമായ നിഷ്പക്ഷതയെക്കുറിച്ച് ആലോചിച്ച ആളുകൾ പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പറയുമ്പോൾ പോലും പലരും പ്രകോപിതരാവുന്നത്. ആലോചിച്ച് നോക്കൂ. 1993 ഒക്ടോബർ 10 ദേശാഭിമാനിയിലെ EMSന്റെ സ്വകാര്യ പങ്ക്തിയിലാണ് അദ്ദേഹം വിളക്ക് കത്തിക്കലിന്റെ വഴിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മാർഗമാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക എന്ന് എഴുതിയത്. ഇടതുപക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്നവർ അമ്പരന്ന് പോകുന്ന ഒരു പ്രസ്താവനയാണ്. അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആചാരപരമായ നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കടലിലേക്ക് കപ്പലിറക്കുമ്പോൾ ശൂന്യാകാശത്തിലേക്ക് ഉപഗ്രഹം ഉയർത്തിവിടുമ്പോൾ ഒക്കെ ചെയ്യുന്നത്. മുമ്പ് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ എന്തായാലും ഇത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ പ്രശ്നമാണ് എന്നാൽ തന്നെയും പിന്നെ വേറെ ചെലവൊന്നും ഇല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ ചെലവാണ് ഈ ചടങ്ങുകൾക്ക്. അപ്പൊ നമ്മൾ ആചാരപരമായ നിഷ്പക്ഷതയിലേക്ക് എത്തിയിട്ടില്ല. എൻ്റെ ഒരു അനുഭവം കൂടി പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നടത്തിയ ഇടപെടൽ, ഞാൻ ആവേശപ്പെടുന്നതാണ്. എന്നോട് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, KN എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടെന്താ, ഒരു മാറ്റവും വരില്ല. പിന്നെ വല്ല മാറ്റവും വരികയാണെങ്കിൽ അതൊരു കുത്തുകുത്താണ്. ഈ പറയുന്ന ആളുകളെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതൊരു വഴി. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഒരു അനുഭവം, പോസിറ്റീവായ അനുഭവം ഞാൻ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ഈ അടുത്ത കാലത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞത് അത്തരം കാര്യങ്ങൾ കൂടുതൽ എടുത്തു പറയാമെന്നാണ്. കാരണം ആചാരപരമായ നിഷ്പക്ഷത എന്ന മതനിരപേക്ഷതയുടെ തത്വം തകർക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ബോധപൂർവം അതിനെ തകർക്കാൻ ഇന്ത്യൻ ഭരണകൂടവും അബോധപൂർവം ആ തകർക്കൽ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ നവഭാസത്തോട് എതിർപ്പുള്ളവരും ഒരുമിക്കുന്നതാണ് ഏറ്റവും ഭീകരം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ബോധപൂർവം ഇന്ത്യൻ നവഭാസം ആചാരപരമായ നിഷ്പക്ഷത തകർക്കാൻ ശ്രമിക്കുന്നു. അതിനെ നമുക്ക് പെട്ടെന്ന് ദൃശ്യമാണ്. എന്നാൽ ഈ ആചാരപരമായ നിഷ്പക്ഷതയെ ഇന്ത്യൻ ഭരണകൂടം തകർക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട ജനായത്തവാദികൾ അബോധപൂർവമായി ഈ ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കുന്നത് കൊണ്ട് അവരും ഇതിനോട് പൊരുത്തപ്പെട്ടു പോകണം. നമ്മൾ ബഹുസ്വരത പറയും, പക്ഷെ ഒരു ഉദ്ഘാടനത്തിന് നേരത്തെ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു പല രീതികൾ. ആ പല രീതികളും മാർജിനലൈസ് ചെയ്യപ്പെടുകയും ചില രീതികൾ മാത്രം പ്രധാനപ്പെട്ടതായി തീരുകയും ചെയ്യുന്ന എൻ്റെ അനുഭവം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ഇതേ വാചകങ്ങളല്ലെങ്കിലും ഈ ആശയം ഞാൻ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയിൽ പറയുകയും ആ വിദ്യാർത്ഥി കൂട്ടായ്മ അവർക്ക് വലിയ അസ്വസ്ഥമായി. കാരണം അവർ തന്നെ വിളിക്കുന്ന കോളേജ് യൂണിയന്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പല സ്ഥലത്തും പങ്കെടുത്തപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന, ഞാൻ ഇതെല്ലാം ചെയ്യുന്ന ആളാട്ടോ. കാരണം ഒരു മതരഹിതനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ആചാരവും വെറും അർത്ഥശൂന്യമായ ചടങ്ങ് എന്ന രീതിയിൽ ചെയ്യാവുന്നതും ചെയ്യാതിരിക്കാവുന്നതുമാണ്. അതുകൊണ്ട് എനിക്കിത് ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായോ പ്രത്യേകത ഇല്ലാത്തതായോ കരുതുന്നില്ല. നമ്മൾ ഈ മഴ പെയ്താൽ ഈ വെളിയുടെ ചേമ്പിന്റെ ഒക്കെ ഇലയിൽ അത് തട്ടിക്കഴിഞ്ഞാൽ ചേമ്പിന്റെ ഇലയെ അത് ബാധിക്കുന്നില്ലല്ലോ, അത് തുള്ളിത്തെറിച്ചാണ്ട് പോകും. അതുപോലെ സമ്പൂർണ്ണ മതരഹിത മതനിരപേക്ഷത, അത് മതനിരപേക്ഷതയിലേക്കുള്ള ഒരു വഴിയാണ്, ഒരേ ഒരു വഴിയല്ല. മതരഹിതമായ മതനിരപേക്ഷത, ആ മതനിരഹിതമായ മതനിരപേക്ഷതയെ പറ്റി പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മതരഹിതമായ മതനിരപേക്ഷതയ്ക്ക് സഹായകമായ സ്വത്വരൂപങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തണം, അല്ലാതെ ശൂന്യതയിൽ നിൽക്കില്ല.
മതരഹിതമായൊരു മതനിരപേക്ഷത രൂപപ്പെടുത്താൻ എന്തൊക്കെ തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ആവശ്യം? ബദലുകൾ ഉണ്ടാക്കണം. ബദലുകൾ ഇല്ലെങ്കിൽ ആശയതലത്തിലുള്ള മതരഹിതമായ മതനിരപേക്ഷത നമ്മൾ നേരത്തെ പറഞ്ഞ കെട്ടിട പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച നവനാസ്തികതയിലേക്ക് അത് എളുപ്പം വഴുക്കും. നവനാസ്തികരെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത് കേരളത്തിൽ വന്നിട്ട് JP നദ്ദയാണ്. സംഘപരിവാറിന്റെ നേതാവാണ് പറഞ്ഞത് നവനാസ്തികരെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഇതിനു മുമ്പൊന്നും യുക്തിവാദികൾ ഫാസിസം സ്വാഗതം ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അവർ യുക്തിവാദികളെ സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുന്നുണ്ട്. അത് യുക്തിവാദികൾക്ക് യുക്തിയില്ലാത്തത് കൊണ്ടോ ഫാസിസ്റ്റുകൾക്ക് യുക്തിയില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്, ഒരു ചരിത്ര പശ്ചാത്തലമാണ് അതിന്റെ അടിസ്ഥാനം. മറ്റൊന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന യുക്തിവാദ പ്രസ്ഥാനം തളരുകയും തൽസ്ഥാനത്ത് ആധുനിക മൂലധനത്തിന്റെ പിന്തുണയോടുകൂടി നവനാസ്തിക പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വാദമുഖങ്ങൾ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആചാരപരമായ നിഷ്പക്ഷതയെക്കുറിച്ച് ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ചോദിച്ചത്, അന്ന് രാത്രി ഞാൻ ഫോൺ ചെയ്തു, ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത്? അപ്പൊ എനിക്ക് സജഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ആലോചിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് അത് പ്രസക്തമാണ് എന്ന് നിങ്ങൾക്ക് ശരിയായി തോന്നിയത് കൊണ്ടാണല്ലോ ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചത്. അത്രയും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടുന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ഇവിടെ കോഴിക്കോട്ടിലെ ലോ കോളേജിൽ KN പണിക്കർ മാഷായിരുന്നു ഉദ്ഘാടനം. ഞാൻ അതിലൊരു മുഖ്യ പ്രഭാഷകനായിരുന്നു. കുട്ടികൾ കൊണ്ടുവന്നത് ഒരു പ്രാവിനെ അവർ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ ഞാനും അതിനു മുമ്പ് ഈ പ്രാവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. എനിക്കും അത്ര പരിചയമില്ല. അപ്പൊ പ്രാവിനെ കയ്യിൽ കിട്ടിയപ്പോൾ പണിക്കർ മാഷാകെ അമ്പലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എനിക്ക് ചെറിയൊരു പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് നമ്മൾ പുഷ് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി പിന്നെ പ്രാവായിക്കുന്നു. അങ്ങനെ പ്രാവ് പറന്ന് ഈ ലോ കോളേജിൽ അന്നിങ്ങനെ ബീമുണ്ട്, ഉത്തരവുണ്ട്. പ്രാവ് അവിടെ ചെന്നിരുന്ന് ഈ പരിപാടി നന്ദി പ്രകടനം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. വിളക്കാണെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കൊരു തീ കിട്ടുപോകും, പിന്നെ അത് കത്തിക്കണം, ഇയാളുടെ കൈ കൊള്ളും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ പ്രാവിനെ അഭിവാദ്യം ചെയ്ത് ഞാൻ എഴുതിയ പ്രബന്ധമാണ് ആചാര നിഷ്പക്ഷതയ്ക്ക് ഞാൻ നൽകിയ പുരസ്കാരം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ പ്രാവ് വല്ല കാരണവശാലും ഈ പ്രഭാഷണം നടക്കുന്നതിനിടയിൽ ചിറകടിച്ച് പറന്ന് കാഷ്ടിച്ചിരുന്നെങ്കിൽ എന്തിനു വേണ്ടാത്ത പരീക്ഷണം എന്ന് ചിലരെങ്കിലും ചോദിക്കുമായിരുന്നു. അതിന് പ്രാവ് അവസരം കൊടുത്തില്ല. പക്ഷേ മനുഷ്യന്മാരെ ചിലർ ഇതിനേക്കാൾ വളരെ അവികസിതമായ കാര്യങ്ങൾക്ക് അവസരം കൊടുക്കാൻ ആലോചിക്കുകയും അവസരം കിട്ടിയാൽ ചാടി വീണത് ചെയ്യുകയും. ഇതാണ് ആചാര നിഷ്പക്ഷതയെക്കുറിച്ചുള്ള കാര്യം. ഈ പരിഷ്കരണപരമായ നീതി തീർച്ചയായിട്ടും നമുക്കിന്നറിയാം. ശ്രീനാരായണൻ കൊണ്ട് പറയുന്നുണ്ട് എല്ലാ മതങ്ങളിലും വളരെ മഹത്തായ കാര്യങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലും അസംബന്ധങ്ങളുമുണ്ട്. മതത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഈ അസംബന്ധങ്ങൾ ആധുനിക സമൂഹത്തിൽ നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അവിടെയാണ് പരിഷ്കരണപരമായ രീതി. ഈ നാലാമത് സംവാദാത്മകമായിട്ട് ആശയങ്ങളുടെ ലോകത്തുള്ള സംവാദം എന്ന് നമ്മൾ പറയുമ്പോൾ വ്യത്യസ്ത തരം ആശയം, ഉദാഹരണമായിട്ട് ഗാന്ധിയൻ ആശയങ്ങൾ. ഗാന്ധിയൻ ആശയങ്ങളും മാർക്സിയൻ ആശയങ്ങളും തീർച്ചയായിട്ടും സൈദ്ധാന്തികമായിട്ട് വ്യത്യസ്തമാണ്. പക്ഷെ എങ്കിൽ പോലും സവിശേഷമായ ചരിത്ര പശ്ചാത്തലത്തിൽ രണ്ടും തമ്മിലുള്ള സംവാദങ്ങൾ, സ്നേഹ സംവാദങ്ങൾ, രണ്ടും തമ്മിലുള്ള ഐക്യം, ഇതൊക്കെ നമ്മുടെ കാലത്ത് വളരെ വളരെ പ്രസക്തമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. EMS ഉൾപ്പെടെ നിരവധി പേർ ഇന്നത്തെ നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭരണകൂടവും ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണകൂടം വ്യത്യസ്തമായ ആശയങ്ങളെ ആ രീതി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മതനിരപേക്ഷതയുടെ 4 ആധാരങ്ങളെ കുറിച്ചാണ്
ഞാൻ സൂചിപ്പിച്ചത്. ഈ 4 ആധാരങ്ങൾ ഇനിയും നമുക്ക് വീണ്ടും അതിൽ ഉപവിഭാഗങ്ങളെ കണ്ടെത്താവുന്നതാണ്. ഈ ഒരു കാര്യം കൂടി അനുബന്ധമായിട്ട് കൂട്ടിച്ചേർക്കാം. അത് മതങ്ങളെ കുറിച്ച് പറയുന്നു. നമ്മൾ മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇസ്ലാം മതം, ഹിന്ദു മതം, ക്രിസ്തു മതം, ബുദ്ധമതം അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയാവില്ല. ഓരോ മതത്തിനും നിരവധി പ്രവണതകളുണ്ട്. അതിലേത് പ്രവണതയോടാണ് നമ്മൾ എതിരിടേണ്ടത്, അതിലേത് പ്രവണതയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് എല്ലാ മതങ്ങളും ആവിർഭവിച്ച കാലം പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ആ കാലത്തെ പ്രകൃതി പശ്ചാത്തലത്തോടും ആ കാലത്തെ സാമൂഹ്യ പശ്ചാത്തലത്തോടും ആ കാലത്തെ ആശയ പശ്ചാത്തലത്തോടും ഇടപെട്ടുകൊണ്ടാണ് ഓരോ കാലത്തെ മതങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ജാത്യാധിപത്യം നിലനിൽക്കുന്ന കാലത്ത് പ്രപഞ്ചം തന്നെ ഉണ്ടാക്കിയത് ദൈവമാണ്. ദൈവം മന്ത്രങ്ങൾക്ക് വിധേയമാണ്. മന്ത്രം ബ്രാഹ്മണർക്ക് അധീനമാണ്. അതുകൊണ്ട് ബ്രാഹ്മണർ ദൈവമാണ് എന്നത് ജാത്യാധിപത്യത്തിന്റെ മാനിഫെസ്റ്റോയാണ്. ഇത് നീട്ടി എഴുതിയാൽ മനുസ്മൃതിയാവും. ഇതാണ് ജാത്യാധിപത്യത്തിന്റെ ഭരണഘടന. ആ ജാത്യാധിപത്യത്തിന്റെ ഭരണഘടന കുറുകെയുണ്ടായ ഈ 4 വരി വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇതിനെ പ്രകീർത്തിക്കാൻ വേണ്ടിയല്ല. ഇത് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഇത് ഏതെങ്കിലും മനക്കല കാര്യസ്ഥന്റെ ഒരു പുകഴ്ത്തലായിരിക്കും. ഈ ശ്ലോകത്തിന് മനക്കല കാര്യസ്ഥന്റെ വായനാറ്റുണ്ട്, ഇത് വലിച്ചെറിയപ്പെടേണ്ടതാണ് എന്ന് വി.ടി. ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. വി.ടി. ഭട്ടതിരിപ്പാട് അദ്ദേഹം ജനിച്ച ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് ആ ജാതിയുടെ ഒരു കാഴ്ചപ്പാടല്ല. അവിടെയാണ് നവോത്ഥാനം. അദ്ദേഹം അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി നടത്തിയ സമരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ ഇതിന്റെ തന്നെ കുറെ കൂടി വളരെ സംക്ഷിപ്ത രൂപമാണ് ബ്രാഹ്മണഹിതായ, ബ്രാഹ്മണ സുഖായ. ഇത് രണ്ടിനോടുമാണ് ബുദ്ധൻ എതിരിട്ടത്, ബഹുജനഹിതായ, ബഹുജന സുഖായ. അപ്പൊ ആ ആശയം ഉണ്ടായിത്തീരുന്നത് ഈ ഒരു സംവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഓരോ കാലത്തെ മതങ്ങളും അതാത് കാലത്തെ പ്രകൃതി പശ്ചാത്തലത്തോടും സാമൂഹ്യ പശ്ചാത്തലത്തോടും രാഷ്ട്രീയ പശ്ചാത്തലത്തോടും വ്യത്യസ്ത ആശയ പശ്ചാത്തലത്തോടും എതിരിട്ടുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ മതത്തിന് നിരവധിയായ പ്രവണതകളുണ്ട്. അതിൽ ചിലത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ചൂണ്ടിക്കാണിക്കാം. സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരായ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭൂതകാല വിഷയമല്ല, ഇപ്പൊ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വിശദമായ വ്യാഖ്യാനങ്ങൾ, വിശകലനങ്ങൾ വികസിപ്പിച്ചത് മാർക്സ് അല്ല. കാരണം മാർക്സിന്റെ കാലത്ത് സാമാന്യമായ മതത്തെക്കുറിച്ചുള്ള സൈദ്ധാന്തിക വിശകലനങ്ങൾ രൂപപ്പെടുത്തുന്നതിനാണ് മുൻഗണന കൊടുത്തത്. എന്നാൽ കാസ്ട്രോ, അദ്ദേഹത്തിന് ആ വിശകലനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം സമൂർത്തമായ പശ്ചാത്തലത്തിൽ മതത്തെ വിശകലനം ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച മതത്തെക്കുറിച്ച് എന്ന പുസ്തകം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതിയാകും. സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനുമെതിരെയുള്ള പോരാട്ടങ്ങളിൽ നിരവധി പേർ, പാതിരിമാർ, കന്യാസ്ത്രീകൾ, ഇവരൊക്കെ രക്തസാക്ഷികളായിട്ടുണ്ട്. എന്തിന് ദൂരെ പോകുന്നു? 921 ലോകം ശ്രദ്ധിച്ച ഇന്ത്യൻ സമരം എന്ന് ജനായത്തവാദികൾ വിശേഷിപ്പിച്ച ആ മഹാസമരത്തിൽ എത്രയോ ആത്മീയ നേതാക്കൾ അവർ രക്തസാക്ഷികളായിട്ടുണ്ട്. അവർ സമരത്തിന് ഊർജം പകർന്നിട്ടുണ്ട്. അതെല്ലാം കൂടിച്ചേർന്ന വളരെ വിസ്തൃതമായ ഒരു വഴിയാണ് സത്യത്തിൽ മതനിരപേക്ഷതയിലേക്കുള്ള വഴി. അതിന് ഒറ്റ വഴി മാത്രം, ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ് പെരുവഴിയായി തീർന്ന ഒരൊറ്റ വഴി മാത്രമല്ല, ഓരോ വ്യക്തിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള പരസ്പരം സ്നേഹിക്കാനും അറിയാനുമുള്ളതാണ് മനുഷ്യ ജീവിതമെന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ആത്മോപദേശ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. ഇതേ ആശയമാണ് നമ്മുടെ ജനായത്ത തത്വചിന്തകളിലൊക്കെ പറഞ്ഞ ആശയമാണ്. ഒരുപക്ഷെ അദ്ദേഹം അതിനെ ആശയപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇന്ന് സദാപി ചെയ്തിടുന്നു. എല്ലാ മനുഷ്യരിന് മാത്രമല്ല, അഖിലരെന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും. അവരൊക്കെ ആത്മസുഖത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലാണ് വ്യാപൃതമായി ഇരിക്കുന്നത്. ജഗതി നിമ്മതം ഏകം, ലോകത്തിന് ഈ ഒരൊറ്റ മതമേ ഉള്ളൂ, ആൺമതം.
പെൺമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദുമതം, പല മതങ്ങൾ, പക്ഷേ ഒറ്റ മതമുള്ളൂ. ഈ എല്ലാ മതങ്ങളും അതിൻ്റെതായ രീതിയിൽ സ്വപ്നം കാണുന്നത് ഈ ആത്മസുഖത്തിൻ്റെ ഒരു ലോകമാണ്. ആ ആത്മസുഖത്തിൻ്റെ ഒരു ലോകത്തിലേക്ക്, അതാണ് ഞാൻ ആരംഭിച്ചത്, അവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതായത് മാസം മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ തത്വചിന്താപരമായ കാഴ്ചപ്പാടുണ്ട്. ഒറ്റ വാചകത്തിൽ ഒതുക്കാൻ പറ്റില്ല. പക്ഷേ സ്നേഹത്തിന് വേണ്ടിയുള്ള സമരമാണെങ്കിൽ ആ സമര സാക്ഷാത്കാരത്തിലൂടെ മനുഷ്യർക്ക് പരസ്പരം അറിയാനും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിയുന്ന തരത്തിൽ സ്വയം വിസ്തൃതമാകാൻ എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ മതനിരപേക്ഷത നമ്മുടെ കാലത്തെ ഏറ്റവും മഹത്തായ ഒരു അനുഭവമായി, അനുഭൂതിയായി മാറും. അങ്ങനെ മാറ്റി തീർക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കാൻ കൂടി വേണ്ടിയുള്ള ഒരു ഒത്തുചേരലായി നമ്മുടെ ഈ പ്രബുദ്ധ സദസ്സ് പരിണമിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.